എല്ലാ സുഹൃത്തുക്കളെയും ലൈഫ് വിഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും നല്ലൊരു ദിവസവും ആശംസിക്കുന്നു. നാം ഇന്നത്തെ സുപ്രഭാതത്തിലൂടെ ചിന്തിക്കേണ്ട ചില കാര്യങ്ങൾ. സ്നേഹം മനസ്സിലാക്കേണ്ട സമയത്ത് മനസ്സിലാക്കിയിരിക്കണം. ഒരാളെ ചേർത്ത് പിടിക്കേണ്ട സമയത്ത് ചേർത്ത് പിടിക്കുക തന്നെ ചെയ്യണം. സ്നേഹിക്കേണ്ട സമയത്ത് സ്നേഹിക്കുക തന്നെ ചെയ്യണം. ഭക്ഷണം കിട്ടാതെ മരിച്ചു കിടക്കുന്ന ഒരാളുടെ മുന്നിൽ ഭക്ഷണപ്പൊതി വെച്ച് പോകുന്നത് പോലെ ആയിരിക്കരുത് നാം ഒരിക്കലും. അത് കാപട്യമാണ്. നാം അറിയാം ഒരു വ്യക്തിക്ക് എന്താണ് ആവശ്യമെന്ന്, അദ്ദേഹം എന്താണ് ആഗ്രഹിക്കുന്നതെന്ന്. ആ ആഗ്രഹം നമുക്ക് സഫലീകരിക്കാൻ സാധിച്ചാൽ തീർച്ചയായിട്ടും അത് സഫലീകരിച്ചു കൊടുക്കണം. ആരും തന്നെ നമ്മോട് അവർക്ക് വേണ്ടത് എന്താണെന്ന് ആവശ്യപ്പെടാൻ നമ്മുടെ മുന്നിൽ വരികയില്ല. മറിച്ച് അവരുടെ ആവശ്യം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നെങ്കിൽ അത് സാധീകരിച്ചു കൊടുക്കുന്നതാണ് സ്നേഹമെന്നതും കരുണയെന്നതും കാരുണ്യമെന്നൊക്കെ നാം പറയുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നിങ്ങളുടെ മുന്നിൽ ആരെങ്കിലും ഒന്ന് നടന്നുപോയാൽ, നമ്മുടെ നെയ്ബറായുള്ള നമ്മുടെ അയൽവക്കത്തുള്ളവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെന്ന് ഒരു മനസ്സിലാക്കിയാൽ നമുക്കൊണ്ട് സാധിക്കുന്നത് അവർക്ക് ചെയ്തു കൊടുക്കണം. അതാണ് ഈശ്വരൻ ഇഷ്ടപ്പെടുന്നൊരു കാര്യവും. ഈ ലോകത്ത് നാം എന്തു തന്നെ ചെയ്താലും ആരും ആവശ്യപ്പെടാതെ അവരെ ആവശ്യങ്ങളെ കണ്ടറിഞ്ഞ് നാം അവരിലേക്ക് എന്ത് ചെയ്താലും അത് 100 ഇരട്ടിയായോ അതിലും കൂടുതലായോ ഈശ്വരൻ നമ്മിലേക്കോ നമ്മുടെ പരിവാരങ്ങളിലേക്കോ എത്തിക്കുമെന്നുള്ള ഒരു ഓർമ്മ നമ്മിൽ പലരിലും ഉണ്ടാകില്ല. എന്നാൽ അത് ഓർക്കുന്നത് നന്നായിരിക്കും. ആവശ്യമുള്ള സമയത്താണ് നാം ആരെയെങ്കിലും സഹായിക്കേണ്ടത്. അവർ തൃപ്തരാണ്, അവരെല്ലാം തികഞ്ഞവരാണ്, അവർക്കെല്ലാം ഉണ്ട്, അവരിലേക്ക് എന്ത് വേണമെന്ന് നാം ചോദിക്കുന്നത് കാപട്യമാണ്. ചോദിക്കേണ്ട, ആവശ്യമില്ല. ഈ വസ്തുതകൾ നാം എല്ലാം ഒന്ന് മനസ്സിലാക്കിയിരുന്നാലും സന്തോഷത്തോടെ നേരുന്നു. ഇന്നത്തെ സുപ്രഭാതവും പകലും ത്രിസന്ധ്യയും. ഒപ്പം ഇന്ന് പിറന്നാൾ ആഘോഷിക്കുന്ന എല്ലാവർക്കും ലൈഫ് വിഷൻ ശ്രോതാക്കളുടെ ഹൃദയം നിറഞ്ഞ ജന്മദിന ആശംസകൾ. ഒപ്പം ഇന്ന് നാം അറിയുന്നവരും അറിയാത്ത എല്ലാവർക്കും നല്ലൊരു ദിവസം ഉണ്ടാകാനും അവർക്കുണ്ടാകുന്ന ഏത് ബുദ്ധിമുട്ടുകളും അനായാസം തരണം ചെയ്യാനുള്ള ഒരു ശക്തി അവർക്ക് ലഭിക്കാനും നമുക്ക് ഈശ്വരനോട് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. കാണാം വീണ്ടും നാളത്തെ സുപ്രഭാതത്തിൽ. ഒരിക്കൽ കൂടി ഈശ്വരൻ അനുവദിച്ചാൽ. ഞാൻ GK തുമ്പക്കാരൻ. താങ്ക് യു.